blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചകളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിൽ തുടർച്ചയായി ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കാണുന്ന അനേകരുണ്ട്. അവരെല്ലാം കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഒരുപക്ഷെ നിങ്ങൾ ഈ അടുത്തയിടെയായിരിക്കാം, അല്ലെങ്കിൽ ഇന്നായിരിക്കാം ഈ ഒരു ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് നിങ്ങൾ കാണുന്നത്. എന്നാൽ ഇനി അങ്ങോട്ട് റെഗുലറായി പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർ ഡേ സ്റ്റാർട്ട്സ് വിത്ത് ദ ബ്ലെസ്സിങ് ടുഡേ ആൻഡ് എ കപ്പ് ഓഫ് കോഫി. താങ്ക് യു സോ മച്ച്. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. പലരും ജീവിതം ആരംഭിക്കുന്ന ആ ദിവസം ആരംഭിക്കുന്നത് ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡോട് കൂടിയാണ്. അവരെല്ലാം കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ ഈ സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവം, ഞങ്ങൾ ചേർന്ന് കോട്ടയത്ത് നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തനിക്ക് ഡിപ്രഷനിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം അങ്ങ് നൽകണമേ. വളരെ ആരോഗ്യമുള്ള, സന്തോഷമുള്ള ഒരു ജീവിതം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിനായി പ്രാർത്ഥിക്കുന്നു. മദ്യപാനവും പുകവലിയും പൂർണ്ണമായി മാറി യേശുവിൻ്റെ രക്ഷ സ്വീകരിച്ച് കർത്താവെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത് കുടുംബത്തിൻ്റെ നാഥനായി വളരെ ചുമതലാബോധത്തോടുകൂടെ ജീവിക്കുവാൻ അങ്ങിടയാക്കണമേ. താങ്ക് യു ലോർഡ്. കൂടാതെ 3 മക്കൾക്കുമായി, അവരുടെ കുടുംബങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു കൊച്ചുമകൻ്റെ എപ്പിലെപ്സി യേശുവിൻ്റെ നാമത്തിൽ, ആ കോപം നിറഞ്ഞ ആ സ്വഭാവ രീതികളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. ഈ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയും. ആലുവയിൽ നിന്നും സജനയ്ക്കായും ധന്യയ്ക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇരുവരെയും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായി അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മുഴുവൻ കുടുംബത്തിനുമായി പ്രാർത്ഥിച്ച് അവരെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് 2 സ്പോൺസേഴ്സിനോട് പ്രത്യേകിച്ച് എല്ലാ വ്യൂവേഴ്സിൻ്റെയും പേരിൽ നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ ട്രിവാൻഡ്രത്ത് നടന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നിന്നുള്ള സന്ദേശവും സാക്ഷ്യങ്ങളുമൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ എപ്പിസോഡിൻ്റെ അവസാനം വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി തിരിച്ചു വരും. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഉടമ്പടികൾ ചെയ്യുന്ന ദൈവത്തെക്കുറിച്ചാണ്. ദ ഗോഡ് ഓഫ് കവനൻസ്, അല്ലെങ്കിൽ ദ കവനൻറ്റ് മേക്കിംഗ് ഗോഡ്. തൻ്റെ മക്കളുമായി, തൻ്റെ കുഞ്ഞുങ്ങളുമായി ഒരു ഉടമ്പടിയിൽ സൈൻ ചെയ്യുന്ന, ഒപ്പുവയ്ക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം മുതൽ ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവം തൻ്റെ കുഞ്ഞുങ്ങളുമായി ഒരു ഉടമ്പടി വയ്ക്കുകയാണ്. ഉടമ്പടി എന്ന് പറയുന്നത് കരാറല്ല. വാടക വീടുകളിൽ താമസിക്കുന്നവർക്കറിയാം, സ്ഥലക്കച്ചവടങ്ങൾ നടത്തിയിട്ടുള്ളവർക്കറിയാം, ഒരു എഗ്രിമെൻ്റാണ് ആദ്യം എഴുതുന്നത്. അതിൽ ചില സാക്ഷികൾ കൂടെ ഒപ്പുവയ്ക്കും. 11 മാസത്തേക്ക്, 3 മാസത്തേക്ക്, 6 മാസത്തേക്ക് ഒക്കെ കരാറുകൾ വയ്ക്കാറുണ്ട്. ആ കാലാവധി കഴിയുമ്പോൾ കരാറിന് പിന്നെ വിലയില്ല. എന്നാൽ ദൈവം തൻ്റെ ജനവുമായി ചെയ്യുന്ന ഉടമ്പടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് 3 മാസത്തേക്കല്ല. എത്ര പേർ ഹല്ലേലൂയ പറയും? ഞാൻ നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരനെക്കുറിച്ചും സഹോദരിയെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. ദൈവം നിങ്ങളുമായി ഒരു ഉടമ്പടി വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ആ ഉടമ്പടി 3 മാസത്തേക്ക് അല്ല,
6 മാസത്തെ കാലാവധിക്കല്ല, 11 മാസത്തേക്കോ വർഷത്തേക്കോ അല്ല. ദൈവം ഉടമ്പടി വയ്ക്കുന്നത് നിത്യമായ ഉടമ്പടിയാണ്. കാരണം ദൈവം നിത്യനായ ദൈവമാണ്. അവന് വാക്ക് പറഞ്ഞാൽ മാറുവാൻ സാധ്യമല്ല. കൈകൾ അടിക്കുന്നെങ്കിൽ ശക്തിയോടെ അടിച്ച് യേശുവിന് നന്ദി പറയുക. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പല ഉടമ്പടികളും വയ്ക്കുന്നതായി കാണാം. പഴയ ഉടമ്പടി എന്നാണ് അതിനെ പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം ഒരു പുതിയ ഉടമ്പടി തൻ്റെ ജനവുമായി വയ്ക്കുന്നുണ്ട്. അത് യേശുവിൻ്റെ രക്തത്താലുള്ള ഒരു ഉടമ്പടിയാണ്. വളരെ സിംപ്ലിഫൈ ചെയ്താണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്, എല്ലാവർക്കും മനസ്സിലാകേണ്ടതിന്. പഴയ നിയമത്തിൽ ഒരു ഉടമ്പടി വയ്ക്കുമ്പോൾ പല പടികളായിട്ടാണ് അവർ ഉടമ്പടികൾ ചെയ്തിരുന്നത്. സാധാരണ ഇന്നാണെങ്കിൽ ഒരു മുദ്രപത്രം അല്ലെങ്കിൽ സ്റ്റാമ്പ് പേപ്പർ മേടിച്ച് അതിൻ്റെ കരാറിലെ വാക്കുകളെല്ലാം എഴുതി സാക്ഷ്യങ്ങളോടൊപ്പം തീയതിയോടൊപ്പം ഒപ്പുവെക്കുകയോ വിരലടയാളം വയ്ക്കുകയോ ചെയ്താൽ മതി. എന്നാൽ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഉടമ്പടികൾ ഉണ്ടാക്കിയിരുന്നത്. 2 വ്യക്തികൾ തമ്മിൽ, 2 കുടുംബങ്ങൾ തമ്മിൽ, 2 ഗോത്രങ്ങൾ തമ്മിൽ ഒക്കെ ഉടമ്പടി വയ്ക്കുമ്പോൾ അവർക്ക് ചില പടികളുണ്ട്. ഈ പടികളൊന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ദൈവം എങ്ങനെയാണ് നമ്മോട് ഉടമ്പടി ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കതിലൂടെ ലഭിക്കും. ഒന്നാമതായി അവർ ചെയ്യുന്നത് 2 വ്യക്തികളാണെന്നിരിക്കട്ടെ, 2 വ്യക്തികൾ തമ്മിൽ ഉടമ്പടി ചെയ്യുമ്പോൾ അവർ ചെയ്തിരുന്ന ഒരു ആചാരം, നമ്പർ 1 വാസ് ദ എക്സ്ചേഞ്ച് ഓഫ് ക്ലോത്ത്സ്, അല്ലെങ്കിൽ അവരുടെ പുറം കുപ്പായം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യും. ഒരാൾ ഇട്ടിരിക്കുന്ന പുറം കുപ്പായം ഊരി മറ്റേയാൾക്ക് കൊടുക്കും, അദ്ദേഹത്തിൻ്റേത് ഈ തിരിച്ചും കൊടുക്കും. ഇങ്ങനെ എക്സ്ചേഞ്ച് ഓഫ് റോബ്സ് അല്ലെങ്കിൽ കോട്ട്സ്, അതാണ് ആദ്യമായി ചെയ്യുന്നത്. വസ്ത്രങ്ങളുടെ കൈമാറ്റം. എല്ലാവരും പറയാമോ? വസ്ത്രങ്ങളുടെ കൈമാറ്റം ഉറക്കെ പറയാം. ഉടമ്പടികൾ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്നത് അവരുടെ പുറം കുപ്പായം തമ്മിൽ കൈമാറുകയാണ്. ഇതിന് ഒരു ആത്മീയമായ അർത്ഥമുണ്ട്. ആത്മീയമായ അർത്ഥത്തിൽ ദൈവം നമ്മളോട് ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ അവിടെയും ഒരു വസ്ത്രത്തിൻ്റെ കൈമാറ്റം നടക്കുന്നുണ്ട്. ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, നമ്മുടെ നീതി പ്രവർത്തികൾ എല്ലാം കറ പുരണ്ട തുണി പോലെയാണ്. നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യപ്രവൃത്തികളെല്ലാം വെറും കറ പുരണ്ട തുണി പോലെ മാത്രമാണ്. എന്നാൽ ദൈവം ചെയ്യുന്നത്, നമ്മുടെ കറ പുരണ്ട തുണി അവൻ കയ്യിൽ വാങ്ങിയ ശേഷം തൻ്റെ നീതിയുടെ വസ്ത്രം അവൻ നമ്മെ ധരിപ്പിക്കുന്നു. ഹല്ലേലൂയ. അഴുക്ക് വസ്ത്രമോ മുഷിഞ്ഞ വസ്ത്രമോ അല്ല നാം ധരിച്ചുകൊണ്ട് നടക്കേണ്ടത്. ദൈവം തരുന്ന വിശുദ്ധിയുടെ വസ്ത്രം, നീതിയുടെ വസ്ത്രം, അത് നമുക്ക് നൽകുകയാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ വസ്ത്രങ്ങളുടെ കൈമാറ്റം അവിടെ നടക്കുകയാണ്. ഹല്ലേലൂയ. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ചിലർ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഒത്തിരി പാപം ചെയ്തൊരു വ്യക്തിയാണ്, എൻ്റെ ജീവിതം മുഴുവൻ അഴുക്കാണ്, എങ്ങനെ എനിക്ക് ഇതിൽ നിന്ന് പുറത്തു വരാം? വളരെ സിമ്പിളാണ്. പാപത്തിൻ്റെ ആ ഭാരം മുഴുവൻ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ യേശു കർത്താവ് നമുക്ക് തിരികെ നൽകാൻ പോകുന്നത് അവൻ്റെ വിശുദ്ധിയുടെ വസ്ത്രമാണ്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം നമ്മളിലുള്ള എല്ലാ പാപങ്ങളും കർത്താവ് ഒരു നിമിഷം കൊണ്ട് മാറ്റിക്കളഞ്ഞ ശേഷം നമുക്ക് യേശുവിൻ്റെ വിശുദ്ധിയുടെ വസ്ത്രം നൽകുന്നു. എത്ര പേർക്ക് ഇന്ന് തിരിച്ചു പോകുമ്പോൾ പാപത്തിൻ്റെ മുഷിഞ്ഞ വസ്ത്രം ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്ത ശേഷം വിശുദ്ധിയുടെ വസ്ത്രവുമായി തിരികെ പോകാൻ ആഗ്രഹമുണ്ട്? കൈകളൊന്ന് ഉയർത്തി കാണിക്കാമോ? എന്നോട് ചേർന്ന് പറയാം, യേശുവേ, എൻ്റെ പാപങ്ങളെല്ലാം അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ നൽകുന്നു. എന്നോട് ക്ഷമിക്കണമേ. ചെയ്തു പോയ പാപങ്ങൾ ഓർത്ത് ഞാൻ അനുദപിക്കുന്നു. യേശുവേ, അങ്ങയുടെ നീതിയുടെ വസ്ത്രം എനിക്ക് നൽകണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. കൈകൾ ഒരിക്കൽ കൂടെ അടിച്ച് യേശുവിന് നന്ദി പറയാം. രണ്ടാമതായി അവർ തമ്മിൽ കൈമാറ്റം നടക്കുമ്പോൾ അടുത്തതായി ചെയ്യുന്നത് അവരുടെ അരക്കച്ചകൾ തമ്മിൽ കൈമാറും. അരക്കച്ച എന്ന് പറഞ്ഞാൽ ബെൽറ്റ്, ഇന്നത്തെ രീതിയിൽ ബെൽറ്റ്. അരക്കച്ചകൾ കൈമാറ്റം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്. അന്നത്തെ കാലത്ത് അവരുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നത് അരക്കച്ചയിലാണ്, ബെൽറ്റിലാണ്.
കത്തിയോ വാളോ ഇതുപോലുള്ള ആയുധങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നത് ബെൽറ്റിലാണ്. തമ്മിൽ ആയുധങ്ങൾ കൈമാറ്റം ചെയ്യുന്നു. ആദ്യത്തെ കൈമാറ്റം ഏതാണ്? വസ്ത്രങ്ങളുടെ കൈമാറ്റം. മേൽവസ്ത്രം തമ്മിൽ മാറുന്നു. രണ്ടാമത്തേത് ആയുധങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ഇതുവരെ മാനുഷികമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആയുധങ്ങളും ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. ഹല്ലേലൂയ. മാനുഷികമായ പോരിൻ്റെ ആയുധങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ ദൈവം തൻ്റെ ശക്തിയുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിലേക്ക് തരും. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പല രീതിയിൽ കയ്യിൽ കിട്ടിയ ആയുധങ്ങൾ ഉപയോഗിച്ചവരാണ്. ഒരുപക്ഷെ വാക്കുകൾ ഉപയോഗിച്ചായിരിക്കും നമ്മൾ യുദ്ധം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ചേഷ്ടകൾ കൊണ്ടായിരിക്കാം, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യുദ്ധം ചെയ്തിട്ടുള്ളത്. എന്നാൽ അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്ത ശേഷം ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന സർവായുധവർഗം നാം ധരിക്കാമെങ്കിൽ ഏത് ദുർദിവസത്തിലും ജയത്തോടെ നിൽക്കാൻ കർത്താവ് നമുക്ക് കൃപ തരും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങൾ അല്ല, കോട്ടകൾ ഇടിക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശക്തിയുള്ള ആത്മാവിൻ്റെ ആയുധങ്ങൾ അത്രേ. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞത് എൻ്റെ രാജ്യം ഐഹികമല്ല, ആയിരുന്നുവെങ്കിൽ പടവാളുകൾ കൊണ്ട് ഞാൻ പോരാടുമായിരുന്നു. ആ ആയുധങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ രാജ്യം ഐഹികം അല്ല, ആത്മീയ രാജ്യമാണ്. അതുകൊണ്ട് ആത്മാവിൻ്റെ ആത്മീയമായ ആയുധങ്ങളാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയുമ്പോൾ അവിടെ ചില ആയുധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്ന് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന ആയുധം അതിലൊന്ന് അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യ വചനത്താലും ജയിച്ചു, മരണപര്യന്തം പ്രാണനെ സ്നേഹിച്ചതുമില്ല. അവിടെ പറയുന്ന ആയുധങ്ങളിൽ ഒന്ന് കുഞ്ഞാടിൻ്റെ രക്തം. കൈകൾ ഉയർത്തി പറയാമോ? ഉറക്കെ. കുഞ്ഞാടിൻ്റെ രക്തം. കുഞ്ഞാട് എന്ന് വെച്ചാൽ യേശുവിൻ്റെ രക്തം ഓരോരുത്തരുടെയും കയ്യിലുള്ള ഒരു ആത്മീയ ആയുധമാണ്. ഒത്തിരി പേർക്കും അത് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. വീട്ടിൽ പൈശാചിക ശക്തികൾ ഏതോ രീതിയിൽ ആക്രമണം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന പല വീടുകളിലും അവർ ചെയ്യുന്നത് ഒരു വലിയ അരിവാള് അല്ലെങ്കിൽ ഒരു വലിയ വാക്കത്തി എടുത്ത് തലയണയുടെ അടിയിൽ കൊണ്ടുപോയി വെക്കും, അല്ലെങ്കിൽ ഒരു വലിയ കമ്പിപ്പാര എടുത്ത് ആ കിടക്കയുടെ താഴെ കൊണ്ടുപോയി വെക്കും, സാത്താൻ വരാതിരിക്കാൻ. സാത്താൻ ഓടുന്നത് നമ്മുടെ കയ്യിലുള്ള അരിവാളോ കത്തിയോ കമ്പിപ്പാരയോ കണ്ടിട്ടല്ല. ബൈബിൾ പറയുന്നു, കുഞ്ഞാടിൻ്റെ രക്തം നിന്റെ കയ്യിലുണ്ടെങ്കിൽ സാത്താൻ നിന്റെ അയൽപക്കത്ത് പോലും വരികയില്ല. പിശാചിൻ്റെ ആക്രമണമുണ്ട് എന്ന് ഏതെങ്കിലും രീതിയിൽ തോന്നിയാൽ, ഒരു ഭയം തോന്നിയാൽ, ആശ്രയിക്കേണ്ടത് യേശുവിൻ്റെ രക്തത്തിലാണ്. ഒരു പൈശാചിക ശക്തിയും യേശുവിൻ്റെ രക്തത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയില്ല. കാരണം യേശുവിൻ്റെ രക്തം പൈശാചിക ശക്തികളെ ജയിച്ച രക്തമാണ്. ഹല്ലേലൂയ. അവിടെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ സാക്ഷ്യവചനത്താൽ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇന്ന് ഈ മീറ്റിങ്ങിന് ശേഷം പുറത്തേക്ക് പോകുമ്പോൾ വേറൊരാളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ, അവരവരുടെ ജീവിതത്തിൽ യേശു ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ, ദാറ്റ് ഈസ് എ പവർഫുൾ വെപ്പൺ. ഭയങ്കരമായ ശക്തിയുള്ള ഒരു ആയുധമാണ് നമ്മുടെ സാക്ഷ്യവചനം. അതുകൊണ്ട് തന്നെ പലരും മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ പലർക്കും ഭയമാണ്. സാത്താൻ അറിയാം, സാക്ഷ്യം പറഞ്ഞാൽ അവൻ്റെ രാജ്യം പൊളിഞ്ഞു പോകും. സാക്ഷ്യം പറഞ്ഞാൽ യേശു ജയിക്കും. സാക്ഷ്യം പറഞ്ഞാൽ പറയുന്ന വ്യക്തി ജയാളിയായി മാറും. അതുകൊണ്ട് കഴിവതും അത് പറയാതിരിക്കുവാനുള്ള തടസ്സങ്ങൾ മുൻപിൽ വരും. പക്ഷെ ഓർക്കണം, ഓരോരുത്തരും യേശുവിനെ കുറിച്ച് ഒരു സുഹൃത്തിനോട്, ഒരു ബന്ധുവിനോട്, ആരോടെങ്കിലുമൊക്കെ പറയുമ്പോൾ അവിടെയാണ് ജീവിതത്തിൽ ജയം വന്നു ചേരുന്നത്. അത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരായുധമാണ്. ഹല്ലേലൂയ. ഉടമ്പടികൾ, ദൈവവുമായി ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം ആയുധങ്ങൾ തമ്മിൽ കൈമാറ്റം ചെയ്തു.
നമ്മുടെ ആയുധമെല്ലാം ദൈവം മുമ്പാകെ വെച്ച് ജഡീകമായ ആയുധങ്ങൾ, നമ്മുടേതായ ദുഷ്പ്രവൃത്തികളുടെ ആയുധങ്ങൾ, ഇതെല്ലാം ദൈവസന്നിധിയിൽ വെച്ച് കീഴടങ്ങുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ശക്തിയേറിയ ആയുധവർഗം, സർവായുധവർഗം, യേശുവിൻ്റെ രക്തം, സാക്ഷ്യത്തിൻ്റെ വചനം, ഇതെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ ജയത്തെ കൊണ്ടുവന്ന് നൽകുന്നത്. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറയാമോ? മാത്രമല്ല, യേശു കർത്താവിൻ്റെ രക്തം നമ്മളെല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. നമ്മൾ ആരും നശിച്ചു പോകാതെ നമ്മെ സൂക്ഷിച്ച് നിലനിർത്തുന്നത് യേശു കർത്താവിൻ്റെ രക്തമാണ്. ഈ കുഞ്ഞിൻ്റെ പേര് അജിത എന്നാണ്. താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, തനിക്ക് 2012 വരെയും തനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. പക്ഷേ ആ ജോലി തനിക്ക് നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെടുവാനൊരു കാരണമുണ്ട്. താൻ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിന് പ്രശ്നമായിരുന്നു. ഈ മോൾ പറയുന്നത് ആ സമയത്ത് ഏകദേശം ഒരു 11 മാസം, 2012 ഒരു 11 മാസം ആയിരുന്നു ഈ അസുഖം വന്നിട്ട്. കുഞ്ഞു പറയുന്നത് ഇങ്ങനെയാണ്, തനിക്ക് രാത്രി കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൻ്റെ ശരീരമെല്ലാം സ്റ്റിഫായിരുന്നിട്ട്, ഈ രോഗം വന്നാൽ അങ്ങനെയാണ്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കാൻ സാധിക്കത്തില്ല. ഈ കുഞ്ഞ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തനിക്ക് വേഗത്തിൽ നമ്മളെല്ലാം എഴുന്നേറ്റ് നടക്കുന്ന മാതിരി കിടക്കയിൽ നടക്കാൻ സാധിക്കത്തില്ല. വളരെ സാവകാശം കുറേ സമയമെല്ലാം ഇരുന്നതിന് ശേഷമാണ് തനിക്ക് നടക്കാനോ ഇരിക്കുവാനോ എല്ലാം കിടക്കിൽ നിന്ന് എഴുന്നേൽക്കാനോ ഒക്കെ സാധിക്കത്തില്ല. അതുപോലെ ഉള്ള ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് തൻ്റെ ആ ഒരു നല്ലൊരു ജോലി നഷ്ടപ്പെട്ടത്. പക്ഷേ താൻ ഡോക്ടറുടെ അടുക്കൽ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ കുറേ മരുന്ന് കൊടുത്ത്, ഇംഗ്ലീഷ് മരുന്നായിരുന്നു. പക്ഷേ അതിൽ നിന്നൊന്നും കുറവുണ്ടായിരുന്നില്ല. അതിനുശേഷം വീണ്ടും തന്നെ ആയുർവേദ ഡോക്ടറെ കണ്ട് ചികിത്സിച്ചു. അതിൽ നിന്നും ഒരു കുറവ് പറ്റിയില്ല. ഇതേപോലെയുള്ള പ്രശ്നങ്ങളാൽ താൻ വല്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. ഇത്രയും ചെറുപ്രായത്തിൽ ഇങ്ങനെ ഒരു രോഗം വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ ഈ കുഞ്ഞ് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ എന്ന് പറയുന്ന TV പ്രോഗ്രാം കാണുന്ന കുഞ്ഞാണ്. സംഭവിച്ചത് ഇങ്ങനെയാണ്, ഈ വർഷം ഒക്ടോബർ മാസം നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ എന്ന് പറയുന്ന പ്രാർത്ഥനാ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ബ്രദർ ഡാമിയൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആർത്രൈറ്റിസ് സംബന്ധമായിട്ട് അസുഖമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ മകൾ പറഞ്ഞത്, എൻ്റെ ശരീരത്തിൽ എന്തോ ഇങ്ങനെ ഒരു തണുപ്പ് അനുഭവപ്പെട്ടിട്ട് ശരീരം കുളിരുന്നത് പോലെ അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. അത്രയും നാളും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് ഈ മകൾ പറഞ്ഞ പിറ്റേ ദിവസം മുതൽ തൻ്റെ ശരീരത്തിൽ താൻ അനുഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. 11 മാസമായി താൻ സഫർ ചെയ്തിരുന്ന ഈ പ്രശ്നം അന്നത്തെ കഴിഞ്ഞ ഒക്ടോബർ മാസം ആ പ്രാർത്ഥനയിലൂടെ ഈ മകൾ വിടുവിക്കപ്പെട്ടു. അതിനുശേഷം പക്ഷേ ജോലിയൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ താൻ നമ്മുടെ നെയ്യാറ്റിൻകരയിലുള്ള ബ്ലെസ്സിങ് സെൻറ്ററിൽ പോയിരുന്നു. അന്ന് നെയ്യാറ്റിൻകരയിലുള്ള ബ്ലെസ്സിങ് സെൻറ്ററിൽ ആ വചന സന്ദേശന സമയത്ത് എനിക്ക് തോന്നുന്നു അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്. ബ്ലെസ്സിങ് സെൻറ്ററിൽ ഒരു ശനിയാഴ്ച ദിവസമാണ്, ശനിയാഴ്ചയാണ് അവിടെ പ്രാർത്ഥന നടക്കുന്നത്. ആ സമയത്ത് ബ്രദർ ഡാമിയൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ജോലിയില്ലാത്തവർക്ക്, അങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്ക്, വല്ലാതെ വിഷമിക്കുന്നവർക്ക് അതിന് ജോലി സംബന്ധമായ കാര്യങ്ങളെല്ലാം ശരിയാകുന്നു പറഞ്ഞു. അതിനുശേഷം ഈ മകൾ അതോടുകൂടി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂവിന് ഈ മകളെ വിളിച്ചു. അന്നത്തെ കഴിഞ്ഞ അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ചയിലാണ് ആ പ്രാർത്ഥനയിൽ ഡാമിയൻ ബ്രദർ ഇത് വിളിച്ചു പറയുന്നതും ഈ മകൾ വിശ്വസിക്കുകയും ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത് അതിന് തൊട്ടടുത്ത ആഴ്ചയിൽ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും അതിനേക്കാൾ നല്ലൊരു ജോലി സ്വർഗത്തിലെ ദൈവം ഈ മകൾക്ക് കൊടുക്കുകയും ചെയ്തു. ഏത് രോഗത്താലാണോ താൻ ബുദ്ധിമുട്ടി തനിക്ക് ജോലി പോയത്, ആ രോഗത്തെ ആദ്യം യേശു കർത്താവ് എടുത്തു മാറ്റിയിട്ട് ജോലി, നഷ്ടപ്പെട്ട ജോലിയേക്കാൾ വളരെ നല്ലൊരു ജോലിയാണ് ആ കുഞ്ഞിന് സ്വർഗത്തിലെ ദൈവം കൊടുത്തത്. നല്ലൊരു കൈയടി കർത്താവിന്. ഇപ്പൊ എങ്ങനെയുണ്ട്? കൈയൊക്കെ എങ്ങനെ നടക്കുന്നതിന് കുഴപ്പമുണ്ടോ? രാവിലെ എഴുന്നേൽക്കുന്നതിന് ഒരു പ്രയാസമില്ല, ഓടി നടക്കാൻ പ്രയാസമില്ല, വീട്ടിലെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ എല്ലാ ജോലിയും 11 മാസം ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ യാതൊരു കുഴപ്പമില്ല, പരിപൂർണമായിട്ടും കർത്താവ് സൗഖ്യമാക്കി. ഉറപ്പല്ലേ? കർത്താവ് പൂർണ്ണമായിട്ടും സൗഖ്യമാക്കി. അതുപോലെ തന്നെ ജോലി കിട്ടി. ആ ജോലി കിട്ടി. പിന്നെ ബ്ലഡിലെ റിസൾട്ട് എല്ലാം ഹൈ ആയിരുന്നു, CRP അങ്ങനെ. അപ്പം ഞാൻ പോകുന്നതിൻ്റെ അന്ന് ഈ പ്രോഗ്രാമിൽ തന്നെ ബ്രദർ പറഞ്ഞു, ഇങ്ങനെ ചിലർ ബ്ലഡ് റിസൾട്ട് അത് കൂടുതലായിരിക്കും കുറവായിരിക്കും എന്നിങ്ങനെ പേടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം നോർമലായി. എല്ലാം ബ്ലഡ് ടെസ്റ്റിലെല്ലാം നോർമലായി. നല്ലൊരു കൈയടി കർത്താവിന്.
ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവേ മകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മകളുടെ രോഗം സൗഖ്യമാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഒരിക്കലും തനിക്ക് ആ രോഗം തിരികെ വരാതെ വണ്ണം കർത്താവിൻ്റെ രക്തത്തിനുള്ളിൽ തന്നെ മറച്ചിരിക്കാൻ നന്ദി. ആ കൊടുത്ത ജോലിക്കായി നന്ദി കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്നൊരു ദൈവത്തിൻ്റെ മഹത്വത്തെ തൻ്റെ മേൽ ഞങ്ങൾ റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം സകല ആർത്രൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ ശരീരങ്ങൾ വിട്ടകലുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം ഒരു വലിയ സൗഖ്യം, ഒരു രോഗ സൗഖ്യം കർത്താവേ ഇതിനുള്ളിൽ വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ശബ്ദമുയർത്തരാ ആമേൻ. വിശ്വാസത്തോടെ ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് കർത്താവ് നിങ്ങളെ അത്ഭുതങ്ങളാൽ നിറയ്ക്കും. എവിടെയാണോ തകർന്നിരിക്കുന്നത് ആ ഭാഗത്ത് പ്രവർത്തിക്കുവാൻ യേശുവിന് താല്പര്യമുണ്ട്. യേശു ഇങ്ങനെയാണ് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അങ്ങനെയെങ്കിൽ തകർന്നിരിക്കുന്ന, തളർന്നിരിക്കുന്ന, രോഗാവസ്ഥയിലിരിക്കുന്ന, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലിരിക്കുന്ന, ഏതെങ്കിലും ഒരു വിഷമസന്ധിയിലിരിക്കുന്ന ആരെയും ആശ്വസിപ്പിക്കുവാൻ, ആ പ്രശ്നത്തിന് വിടുതൽ നൽകുവാനും യേശുവിന് സാധിക്കും. ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൽ വിശ്വസിക്കുക, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായ വിടുതലുകൾ ഇപ്പോൾ ഓരോ വ്യക്തികളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കഴുത്തിൻ്റെ എല്ലുകൾക്ക് തേയ്മാനമുണ്ടായി ഏതോ ഒരു വലിയ പ്രശ്നത്തിൽ, വലിയ വേദനയിലായിട്ട് കോളർ ധരിക്കുന്നൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കരളിന് രോഗം ബാധിച്ച ചില വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. കുടലുകളുടെ അകത്ത് പഴുപ്പ് ബാധിച്ചൊരു വ്യക്തി ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഷുഗർ വളരെയധികം കൂടിയ നിമിത്തം ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് തകരാറ് സംഭവിച്ചൊരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കാൽ മുട്ടിൽ സ്റ്റിഫായിട്ട് അത് മടക്കുവാനും നിവർത്തുവാനും നടക്കുവാനൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തി യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. കാലുകളിലെ വെരിക്കോസ് വെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹെർണിയ എന്ന രോഗം ഇപ്പോൾ യേശു സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. വിവിധ തരത്തിലുള്ള ക്യാൻസറുകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കൈവിരലുകൾ വല്ലാതെ സ്റ്റിഫായിരിക്കുന്ന, അത് കൊണ്ട് കൈവിരൽ കൊണ്ട് വസ്തുക്കൾ എടുക്കുവാനോ ജോലി ചെയ്യുവാനോ കഴിയാതെ സ്റ്റിഫായി പോയൊരു വ്യക്തി യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. കർത്താവെ, വിവാഹം കഴിഞ്ഞു മക്കൾ ഇല്ലാതെ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി യേശുവിൻ്റെ വിടുതൽ അവർക്കുണ്ടായി, അവർക്ക് പൈതങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. നട്ടലിൻ്റെ തകരാറുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ചുഴലി രോഗം കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, ഈ സമയത്ത് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും നിങ്ങളിപ്പോൾ വിശ്വസിക്കുക. യേശുവിനെ കണ്ടിട്ടുണ്ട്, യേശുവിനുള്ള അനുഗ്രഹത്തെ ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ളിൽ തീരുമാനിക്കുക. വായുകൊണ്ട് അത് പറയുക. ഒരു പുതിയ തീരുമാനമെടുത്ത് പാപങ്ങളെ ഉപേക്ഷിച്ച് യേശുവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിക്കുക. കർത്താവ് ഈ സമയത്ത് ഓരോരുത്തരെയും ഒരിക്കൽ കൂടെ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ ദിവസം നമ്മുടെ മെഗാ ഫെസ്റ്റിവൽ കൊച്ചിയിൽ നടക്കുമ്പോൾ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുതിയ സോങ് ബുക്ക് റിലീസ് ചെയ്യപ്പെട്ടു. 1000-ൽ അധികം ആരാധനാ ഗീതങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്.
ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലുമായി 4 ഭാഷകളായി 1000-ലധികം പാട്ടുകളുണ്ട്. അതുകൂടാതെ ഓരോ പാട്ടുകളും സന്ദർഭമനുസരിച്ചും വിഷയമനുസരിച്ചും ഗ്രൂപ്പ് ചെയ്ത് അതിൻ്റെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ആവശ്യങ്ങളിൽ വായിക്കേണ്ട വചന വായനാ ഭാഗങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. അതുപോലെ തന്നെ അതിനു മുമ്പേ പ്രസിദ്ധീകരിക്കപ്പെട്ട ആശിഷമാരി, എൻ്റെ പ്രാർത്ഥനാ ഡയറി ഇംഗ്ലീഷിലും മലയാളത്തിലുമുണ്ട്. അതുകൂടാതെ ഈ സോങ് ബുക്കിനോടൊപ്പം ഉപയോഗിക്കാവുന്ന സെലിബ്രേറ്റ് ജീസസ് എന്ന CD, ഓഡിയോ CD, ഇതിൽ ഏകദേശം 55 പാട്ടുകളാണ് ഇതിനകത്ത് അടക്കം ചെയ്തിട്ടുള്ള ലൈവ് വർഷിപ്പാണ്. അതും ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് വിളിച്ച് ആവശ്യപ്പെടാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഇന്ന് തന്നെ ബ്ലെസ്സിംഗ് ടുഡേ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയോടെങ്കിലും നിങ്ങൾ പറയണം, ഈ ചാനലിൽ ഇത് വരുന്ന സമയം പറയണം. കർത്താവ് അവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ ആൻഡ് യുയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: തുമ്മുമ്പോൾ വെളിച്ചം മിന്നുന്ന ഒരു ജീവി ഏത്? വാട്ട് ഫ്ലാഷസ് ഫോർത്ത് ലൈറ്റ് when it sneezes? Options: A ആട്, B ഒട്ടകപ്പക്ഷി, C നദീഹയം, D മഹാനക്രം. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.